ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അടിപൊളി ടേസ്റ്റുള്ള വെള്ള ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഇത് പൊറാട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗീ റൈസിൻ്റെ കൂടെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ 4 പച്ചമുളക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് രണ്ടും ആദ്യം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളി ഇട്ടിട്ട് ഒരുപാട് സമയം ഒന്ന് ചതക്കരുത്. അപ്പോൾ ആദ്യം ഇത് ചതച്ചതിന് ശേഷം അതിട്ട് കൊടുക്കാം. അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള വെളുത്തുള്ളിയാണ് ഞാനിനി ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചെറിയൊരു തുടം വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പിടി എന്ന് പറയാം, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു പാൻ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കട്ടോ, എന്നാലേ കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ടത് നല്ല സോഫ്റ്റായിട്ട് ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതുണ്ടല്ലോ ചതച്ചെടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പിടി കറിവേപ്പില നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില ഉണ്ടാവും, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ പച്ച തക്കാളി ഉണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 2 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ച തക്കാളിയാണെന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള കാരണം നമ്മുടെ ഈ ഒരു കറിക്ക് നല്ല വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ച തക്കാളി ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് വെന്ത് വരുമൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് 2 പൊട്ടാറ്റോ, 2 ഉരുളക്കിഴങ്ങും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് കുക്കായി വന്നോളൂ കേട്ടോ. ഇപ്പം നന്നായിട്ട് കുക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 1.5 ടീസ്പൂൺ മതി. ലാസ്റ്റിൽ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ഒന്നുകൂടെ നമ്മുടെ ഈ ഒരു കറിക്ക് കിട്ടുള്ളൂ. ഇതിന് മെയിനായിട്ട് വരുന്ന ഫ്ലേവർ കുരുമുളക് പൊടി തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചിക്കൻ കുക്കായി വരുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടി വരുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. നമുക്ക് ആ ഒരു സവാളയിലേക്ക് മാത്രം ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ളൂ. പിന്നെ ചിക്കനിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് നമുക്ക് ഏകദേശം ചിക്കൻ്റെ വേവൊക്കെ അറിയാമല്ലോ. ഏകദേശം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ കണ്ടോ നല്ല വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ കുക്കായി വന്നിട്ടില്ല, എന്നാലും ഒരു 90% ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ മിക്സ് ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് പുളിയൊക്കെ ഉള്ള തൈര് തന്നെയാണ് കേട്ടോ. പുളി ഇല്ലാത്ത തൈരൊന്നുമല്ല, പുളിയുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീഡിയം പുളിയുള്ള തൈരാണ്. പിന്നെ നമുക്കതിലേക്ക് ഒരു 8 മുതൽ 10 വരെ അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തതാണ്. പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കുതിർത്തെടുക്കുന്നത്. അതും കൂടെ ആ വെള്ളത്തോട് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ആ തേങ്ങ ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റും കിട്ടും ഈ ഒരു കറിക്ക്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അത് ചേർക്കാതെ ഉണ്ടാക്കാം, എന്നാലും ഒന്നുകൂടെ ടേസ്റ്റ് അത് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും. അപ്പോൾ അത് ആ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കാം. ആ ഒരു തേങ്ങ ജാറിൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചുവറ്റിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു തേങ്ങ ചേർത്തിട്ട് നല്ലവണ്ണം തിളക്കരുത് കേട്ടോ. ജസ്റ്റ് ആ ഒരു തേങ്ങയൊക്കെ ഒന്ന് ചൂടായി വന്നാൽ മതി. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോകും, അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഒന്നും കിട്ടൂല. പിന്നെ അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ഞാൻ ഒരു പിടി മല്ലിയില ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ല കേട്ടോ ഈ ഒരു കറിയിലേക്ക്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
കുരുമുളക് പൊടി ആദ്യം നമ്മളൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ചേർത്തു. ഈ ഒരു ലാസ്റ്റ് ചേർക്കുന്നത് വിട്ടുപോകരുത്, എന്നാൽ അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വെള്ള ചിക്കൻ കുറുമ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്